ഹായ് ഓൾ. എമ്പുരാൻ ചിത്രത്തെക്കുറിച്ച് തന്നെയാണ് മലയാള സിനിമയിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ് എമ്പുരാൻ. അഥവാ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ, പൃഥ്വിരാജ് സുകുമാരൻ ടീമിന്റെ എമ്പുരാൻ. 250 കോടി രൂപ കളക്ഷൻ ഔദ്യോഗികമായി ഇതിന്റെ നിർമ്മാതാക്കൾ തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സംഘികളുടെയും RSSന്റെയും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾക്കിടയിൽ, അവരുടെ വലിയ ഹെയ്റ്റ് ക്യാമ്പിനിടയിൽ, അവരുടെ വലിയ രീതിയിലുള്ള ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടയിൽ വലിയ വിജയമാണ് എമ്പുരാൻ എന്ന ചിത്രം നേടിയിരിക്കുന്നത്. അതുമാത്രമല്ല, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിച്ച, അവർ മറവിയിലേക്ക് തള്ളിവിട്ട ഗുജറാത്ത് കലാപമടക്കമുള്ള കാര്യങ്ങൾ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ എമ്പുരാൻ ടീമിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത്. കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാണ്. എമ്പുരാൻ ടീം എന്താണ് ഉദ്ദേശിച്ചത് അത് നേടിക്കഴിഞ്ഞു എന്ന് മാത്രമല്ല, സിനിമ വലിയ രീതിയിലുള്ള സാമ്പത്തിക വിജയം കൂടി നേടിയിരിക്കുന്നു എന്ന് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. ഇതില് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോഹൻലാൽ അടക്കമുള്ള, അല്ലെങ്കിൽ ഗോകുലം ഗോപാലൻ അടക്കമുള്ള നിരവധി ആളുകൾ ഇവരുടെ വലിയ ഭീഷണികൾക്കിടയിൽ മാപപേക്ഷയുമായിട്ട് അല്ലെങ്കിൽ ഖേദപ്രകടനവുമായിട്ട് സീനുകൾ കട്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് പോലും ഇവിടത്തെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റും ആദായ വകുപ്പും പൃഥ്വിരാജ് സുകുമാരനും അതുപോലെ തന്നെ ഗോകുലം ഗോപാലനും, തുടർന്ന് ഇന്ന് സിനിമയുടെ മോഹൻലാലിന്റെ നിർമ്മാണ പങ്കാളിയായ ആന്റണി പെരുമ്പാവൂരിന് കൂടി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. അഥവാ ഈ ചിത്രത്തിനെതിരെ തുടർച്ചയായ 4 ദിവസങ്ങളിലാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ ലേഖനം വന്നുകൊണ്ടിരുന്നത്. 1-2 ദിവസം പൃഥ്വിരാജ് സുകുമാരനെതിരായിരുന്നു ആക്രമണമെങ്കിൽ, തുടർന്ന് മോഹൻലാലിനും മുരളി ഗോപിക്കുമെതിരെ ഓർഗനൈസർ രംഗത്ത് വന്നു. അതുമാത്രമല്ല, ഇതിന്റെ ആദ്യഘട്ടത്തിൽ നിർമ്മാണ പങ്കാളിയായ തമിഴ്നാട്ടിലെ ലൈക്ക പ്രൊഡക്ഷൻ അടക്കമുള്ള ആളുകൾക്ക് LTT ബന്ധമുണ്ടെന്ന് അത് അന്വേഷിക്കണമെന്നുള്ള ആരോപണങ്ങൾ കൂടി ഓർഗനൈസർ ഉയർത്തിവിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് സിനിമ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്കപ്പുറം ഇപ്പോൾ വലിയ സാമ്പത്തിക വിജയം കൂടി നേടിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നത്. ഇത് ഉണ്ടാവാനുണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, അത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു കൃത്യമായിട്ട് ഇതിനെ ഏത് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യണമെന്ന് കൃത്യമായി ഗ്രഹപാഠം ചെയ്തുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ എന്ന മാർക്കറ്റിംഗ് തന്ത്രജ്ഞൻ കൂടി വിജയിച്ചു എന്നാണ് ഈ ചിത്രത്തിന്റെ അവസാന റിസൾട്ടുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിൽ EDO അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ കേന്ദ്രവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികൾ ഏത് രീതിയിൽ രംഗത്ത് വന്നാലും ആത്യന്തികമായിട്ട് സിനിമ അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നേടിയിരിക്കുന്നു എന്നുള്ള വലിയ വ്യക്തമാക്കുന്നതിന്റെ ഉദാഹരണമാണ് മലയാള സിനിമാ ചരിത്രത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന രീതിയിൽ ഇനി ചർച്ച ചെയ്യാൻ പോവുക എമ്പുരാന്റെ ചരിത്രമായിരുന്നു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അടുത്ത കാലത്ത് വലിയ സാമ്പത്തിക ബാധ്യതകളാണ് ഓരോ ചിത്രങ്ങളിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ള നിർമ്മാതാക്കളുടെ ആക്ഷേപങ്ങൾക്കിടയിലാണ് എമ്പുരാൻ ഇത്രയും വലിയ വിജയം നേടിയിരിക്കുന്നത്. അതായത് എമ്പുരാൻ എന്നുള്ള ചിത്രം നിലവിൽ സാമ്പത്തിക വിജയവും അതോടൊപ്പം തന്നെ ഇവിടത്തെ സംഘപരിവാറിനും ഭരണകൂടത്തിനും അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് അതിന്റെ രാഷ്ട്രീയ ദൗത്യവും വിജയിച്ചു എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ ലൈക്ക പ്രൊഡക്ഷൻ ഇതിന്റെ പ്രൊഡക്ഷൻ ഭാഗത്തു നിന്നും പിന്മാറിയപ്പോൾ ചിത്രം ഏറ്റെടുത്തത് ഗോകുലം ഗോപാലനാണ്. തുടർന്ന് ഗോകുലം ഗോപാലന്റെ ചിത്രം റിലീസായതിനു ശേഷം അദ്ദേഹത്തിന്റെ ചെന്നൈയിലെയും കോഴിക്കോട്ടെയും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തുകയും നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. അതിനു മുമ്പ് തന്നെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നും കൃത്യമായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇപ്രകാരമായിരുന്നു. അതായത് ഈ ചിത്രം ഗുജറാത്ത് കലാപത്തെക്കുറിച്ചും സംഘപരിവാറിന്റെ ആക്രമണങ്ങളെ കുറിച്ചും ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ സംഘപരിവാർ ചിത്രത്തിനെതിരെ ബഹിഷ്കരണാഹ്വാനം നടത്തുന്നു. വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു. പൃഥ്വിരാജിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മോഹൻലാലിനുമെതിരെ വ്യാപകമായ സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു. പക്ഷേ ആത്യന്തികമായിട്ട് ഇതൊക്കെ ഈ ചിത്രത്തിന് ഗുണകരമായി
ഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നും ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി വിസ്മൃതിയിലേക്ക് പോയ കലാപത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ഉയർന്നു വന്നിരിക്കുകയാണ്. മുരളി ഗോപി എന്ന തൂലിക ഇതിനു വേണ്ടി ചലിപ്പിച്ച എഴുത്തുകാരനെ കൂടി ഓർഗനൈസറിന്റെ അവസാന ലേഖനത്തിൽ അവർ അക്കമിട്ട് വലിയ രീതിയിലുള്ള മുരളി ഗോപിക്കെതിരായ വിമർശനങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷേ അതും വീണ്ടും ഇപ്പോഴും ഈ ഒരു ചിത്രത്തിന്റെ വലിയ വിജയത്തിന് ശേഷം ആ ഒരു ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിൽ മുരളി ഗോപിയും വരും കാലങ്ങളിൽ ചർച്ച ചെയ്യാം. അതോടൊപ്പം തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടം നേടിയ ഏറ്റവും വലിയ സാമ്പത്തിക വിജയമായ ചിത്രം അത് പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ചും സംഘപരിവാറിനെ കുറിച്ചും നിലവിലുള്ള കേന്ദ്ര സർക്കാരിനെ കുറിച്ചുമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ചിത്രമാണ് എന്നുള്ള രീതിയിൽ വരും കാലത്ത് ചർച്ച ചെയ്യാം. അതുകൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായി എന്നതിന്റെ പേരിൽ മോഹൻലാൽ വരും കാലങ്ങളിൽ സംഘപരിവാറിന് അനഭിബന്ധനായി മാറി എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇതിന് മറുപടിയായി അല്ലെങ്കിൽ ഇതിന് സംഘപരിവാറിന് പരിഹാരക്രിയയായി എന്ത് കാര്യമാണ് മോഹൻലാൽ ചെയ്തു കൊടുക്കാൻ പോകുന്നതെന്ന് കണ്ടറിയേണ്ട കാര്യമാണ്. പൃഥ്വിരാജ് സുകുമാരനും മുരളി ഗോപിയും മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അവരുടെ സ്ക്രിപ്റ്റും സിനിമയുമാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അഥവാ അവർ അവരുടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത് എന്ന് വ്യക്തമാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ ചില പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും പൃഥ്വിരാജ് എന്ന യഥാർത്ഥത്തിൽ മാർക്കറ്റ് തന്ത്രജ്ഞൻ ഈ ചിത്രത്തെ വിജയിപ്പിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. സംഘപരിവാറിന്റെ ഹെയ്റ്റ് ക്യാമ്പയിനും ബഹിഷ്കരണ ആഹ്വാനങ്ങളും ചിത്രത്തിന് കൂടുതൽ ഗുണകരമായി എന്ന് തന്നെയാണ്. വിവാദങ്ങളും ചിത്രത്തിന് ഗുണകരമായിട്ടുണ്ട്. ഗുജറാത്ത് കലാപവും തുടർന്ന് സംഘപരിവാർ നിയന്ത്രിത സർക്കാർ നടത്തുന്ന ഈ ഒരു പ്രതിപക്ഷത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എതിർ ശബ്ദങ്ങളൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നടപടികളടക്കം കാണിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങളും അത്തരം ചർച്ചകളും കൂടി ഈ ഒരു സിനിമ കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടീം എമ്പുരാൻ ടീം ഒരിക്കൽ കൂടി അവരുടെ ദൗത്യ നിർവഹണത്തിൽ വിജയിച്ചിരിക്കുന്നു. വരുംകാല മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ വിജയ ചിത്രം എന്നുള്ളത് എമ്പുരാനായി മാറുകയും സംഘപരിവാറിനും ഇവിടത്തെ നിലവിലുള്ള കേന്ദ്ര സർക്കാരിനും അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യയശാസ്ത്രത്തിനുമെതിരായ അവരുടെ നടപടികൾക്കെതിരായ ഒരു എതിർ ശബ്ദമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ചരിത്ര ഹിറ്റ് എന്നുള്ള രീതിയിൽ വരും കാലത്തിൽ രേഖപ്പെടുത്തുക എന്നതും സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരിക്കൽ കൂടി ടീം എമ്പുരാന് ഒരിക്കൽ കൂടി വലിയ വിജയ ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്.